പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ വെള്ളിയാഴ്ച ദിനത്തിലെ നമ്മുടെ ഈശോയുടെ പാടുപീഡകളെ ഓർത്ത് ധ്യാനിച്ചിട്ട് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ വീഡിയോ കാണുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു ദിവസം മുഴുവൻ നമുക്ക് ഈശോ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നിട്ടുള്ള ആ ഒരു സംഭവം വേദനയാണെങ്കിലും നമ്മളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നിദാനമാണ് ഈശോ കുരിശിൽ മരിച്ചു എന്നത്. കാരണം എന്നെ വീണ്ടെടുത്തതിൻ്റെ വില എന്ന് പറയുന്നത് ഈശോയുടെ കുരിശാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനത്തിൽ നന്ദിയുള്ളവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 2:2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് എന്നതിനേക്കാൾ സത്യമാണ് എൻ്റെ പാപങ്ങൾക്ക് എൻ്റെ യേശു പാപപരിഹാര ബലിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിഹാര പ്രദക്ഷിണത്തിലെ അച്ഛന്മാർ, നിങ്ങളുടെ വികാരിച്ചന്മാർ പറയുന്ന സമയം 4 മണിയാണെങ്കിൽ 4 മണി, 4:30 ആകുമ്പോൾ 4:30 ഭയങ്കര ചൂടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കരുത്. അത് ശരിക്കൊരു പാപപരിഹാര ബലിയുടെ ഭാഗമായിട്ടുള്ള പ്രദക്ഷിണമാണ്, നഗരകാണിക്കലാണ്. നമുക്ക് എല്ലാവരും തന്നെ ആ ഒരു പരിഹാരാർത്ഥം വേണം നമ്മളെ യാത്ര ചെയ്യാനെന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയെ, ഇനി നമ്മുടെ ഈ പരിഹാര പ്രദക്ഷിണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, ഞങ്ങൾ ഈ വലിയ നോമ്പിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. കർത്താവേ, ഈ ഈസ്റ്ററോടെ വീണ്ടും അതെല്ലാം ഉത്ഥാന പെരുന്നാൾ കഴിയുന്നതോടുകൂടി വീണ്ടും ഞങ്ങൾ പഴയ പോലെ വീണ്ടും ആയിത്തീരാത്ത വിധത്തിൽ കൃപയുടെ ജീവിതം നയിക്കാനായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നോട് കുറേ പേര് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, അച്ഛാ, ഈ നോമ്പും അതുപോലെ തന്നെ ഉപവാസവും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ സോഷ്യൽ മീഡിയ റെസ്ട്രിക്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് അച്ഛാ. മറ്റേത് ഞങ്ങൾക്ക് ഇതിങ്ങനെ റീൽസും അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ സന്തോഷം കഴിഞ്ഞാൽ ഒരുപാട് സമയം ഞങ്ങൾ വെറുതെ പോയി എന്നുള്ള ചിന്തയുണ്ട്, ഒരു കുറ്റബോധമുണ്ട്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായൊരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ മദ്യപാനികൾ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഈ സംഭവമൊക്കെ ഉപേക്ഷിച്ച് ആ സമയത്തൊക്കെ ഒരു ഭയങ്കരമായൊരു ഉൾവിലേക്ക് ഉണ്ട്, കഴിക്കാനൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ അത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കരമായൊരു ആനന്ദമുണ്ട്. അതിൻ്റെ പറയുന്ന പേരാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദമാണ്. പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ അത് എല്ലാവരും കുറ്റം പറയുന്നവർ വളരെ അപൂർവം പേരാണ് അങ്ങനെ പറഞ്ഞ അച്ഛനോട്, ഞങ്ങൾ കുറ്റം പറയുന്ന ശീലം കുറച്ച് വെച്ചാൽ അത് ഒരു മനസ്സിനൊരു കുളിർമയാണ്. അല്ലെങ്കിൽ വാ തുറന്ന കുറ്റം പറയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ അത് നമ്മൾ ഈ ഒരു വർഷം കർത്താവ് അടുത്ത ദുഃഖവെള്ളി വരെ പ്രായോഗികമാക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും. ദൈവമേ, ഈ ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.